ചുവർ ചിത്രകലയുടെ പുതുസാധ്യതകൾ തേടുന്ന പരീക്ഷണം ശ്രദ്ധേയമാകുന്നു. ആനയുടെ ശില്പത്തിനു മേൽ വരച്ച വിഷ്ണു പുരാണം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നത് എറണാകുളം ദർബാർ ഹാളിലാണ്. ചുവർ ചിത്രകലയുടെ പരീക്ഷണങ്ങളുമായി ചിത്രകലാ ആസ്വാദകരെ ആകർഷിക്കുകയാണ് ചുവർ ചിത്രകലാകാരന്മാരായ ദിലീപും ഹരികൃഷ്ണനും. വിഷ്ണു പുരാണത്തിലെ ദശാവതാരം, പാലാഴി മഥനം, ഗജേന്ദ്രമോക്ഷം, സന്താന ഗോപാലം തുടങ്ങിയ ഭാഗങ്ങളാണ് മരത്തിൽ തീർത്ത ആനയ്ക്കുമേൽ ചുവർ ചിത്ര ശൈലിയിൽ വരച്ചിരിക്കുന്നത്. ആനയുടെ ചെവികളിൽ മഹാവിഷ്ണുവിന്റെ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയും തുമ്പിക്കൈയിൽ സന്താന ഗോപാലവും, ഇരുവശങ്ങളിലുമായി ഗജേന്ദ്രമോക്ഷവും, കാലുകളിൽ ദശാവതാരവും, വാലിൽ വീരാളിപ്പട്ടും വരച്ചിരിക്കുന്നു. പരാശരമുനി മൈത്രേയന് വിഷ്ണുപുരാണം ഉപദേശിച്ചു നൽകുന്നതാണ് ആനയുടെ വയറിന്റെ ഭാഗത്ത്. ഒരുപക്ഷെ ശില്പ ചിത്രം എന്നുകൂടി വിളിക്കാവുന്ന ഈ ഒരു ചിത്രം കേരളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ട് തന്നെയില്ല. അപ്പോൾ ഇത് വിഷ്ണു പുരാണത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ കഥകളെ മുഴുവൻ ചെയ്തിരിക്കുന്നത്. വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കവിതയിലെ ഉഷയ്ക്ക് തോഴിയായ ചിത്രലേഖ അനിരുദ്ധന്റെ മുഖം താമരയിലയിൽ വരച്ചു കാണിക്കുന്ന രംഗം ആകർഷകമായ രീതിയിലാണ് മ്യൂറൽ പെയിന്റിംഗിലൂടെ ദിലീപും ഹരികൃഷ്ണനും ചേർന്ന് പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന ചുവർ ചിത്രങ്ങളെ കൂടുതൽ ജനകീയമാക്കുകയാണ് പ്രദർശനത്തിലൂടെ. പ്രകൃതിദത്തമായ 5 വർണ്ണങ്ങൾ ചേർത്ത് വരയ്ക്കുന്ന ചുവർ ചിത്ര ശൈലിയെ അപനിർമ്മിച്ച് കൂടുതൽ വർണ്ണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും പ്രദർശനത്തിനുണ്ട്. അമ്പിളി സാജുവിന്റെ ഗ്ലാസിൽ തീർത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ത്രയം എന്ന പേരിൽ ദർബാർ ഹാളിൽ നടക്കുന്ന ചിത്ര പ്രദർശനം 28-ന് സമാപിക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി.